ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരും പരിപാടി? ചായപ്പടി തുടങ്ങിയ ഞാനിവിടെ മക്കളെ മൂന്നാളും മദ്രസ പോയിട്ടാ. വലിയോല് ആദിമോനും പോയി, മനോട്ടനും പോയി. പിന്നെ മനോട്ടൻ +2 കേട്ടോ പഠിക്കുന്നത് മദ്രസിൽ. ആദിക്കുട്ടൻ 9ാം ക്ലാസ്സിലാണ്. പിന്നെ പിന്നെ എൻ്റെ അച്ചുട്ടി പോയി. അച്ചുട്ടി 1ലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും മദ്രസക്കൊക്കെ പോയി. അപ്പം അവർക്ക് ഞാൻ പറഞ്ഞില്ല, അത് ദോശ ചൂടോടുകൂടി ചുട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചുട്ടുകൊടുത്ത് ചായയും കുടിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനായി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇന്നലെ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അലോവേരയുടെ സോപ്പാണ്. അപ്പോൾ അത് ഞാൻ റെഡി. ഇന്നലെ ഭയങ്കര എന്തോ ഒരു സുഖമില്ലായ്മ. അപ്പോൾ ഞാനവിടെ കിടന്നിട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് കണ്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾ വരുമ്പോഴത്തേക്കും ചായക്കടിയൊക്കെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചായക്കടി ഉണ്ടാക്കി കൊടുത്താലും മതി. പിന്നെന്താ പറയുക, പിന്നെ ചായക്കടി എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇറപ്പൂള കൊണ്ടുവന്നിരുന്നു, ഇറച്ചിയും കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇന്നാൾ കൊടുന്ന മാതിരി ബീഫിൻ്റെ എന്താ പറയുക, വഷളൻ ഇറച്ചി, ഇതിൻ്റെ കണ്ടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയും കൂടിയും വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരാൾ. നോക്കട്ടെ, ഇറച്ചിയും കൂടിയും പിന്നെ രാഗി ഉണ്ട്, രാഗിപ്പുട്ടും ഉണ്ടാക്കണം. പിന്നെന്താ പറയുക, ഇന്ന് ഞങ്ങൾക്ക് വിരുന്ന് പോകാണ്ടിട്ടാ. എവിടേക്കാണെന്നറിയോ? ഞങ്ങളെ വേങ്ങരക്ക് എൻ്റെ വീട്ടിൽ കിട്ടാ. അവിടെ നിന്ന് ഇളച്ചൻ വന്നിട്ടുണ്ട്, അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഒരാഴ്ച ആയി. പിന്നെ കുട്ടികൾക്കൊക്കെ സുഖമില്ലാത്തതുകൊണ്ട്, അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സൽക്കരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ സൽക്കാരാണ്. അനിയത്തിൻ്റെ എനിക്ക് 3 അനിയത്തിയാളാണ് ഉള്ളത് കേട്ടോ. 3 അനിയത്തിയാളും ഒരു അനിയനാണ് ഉള്ളത്. മൂത്താൾ ഞാനാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചൊരു പരിപാടി ഉണ്ട് ഇന്ന് രാത്രിയാണ് പരിപാടി കേട്ടോ. അപ്പം ഞാനിവിടെ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാവിലത്തെ ചായപ്പട കഴിഞ്ഞിട്ട് അങ്ങോട്ട് പെരീക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു പറഞ്ഞിരിക്കണമല്ലോ, ഞാൻ ഒരു മാസത്തിൽ ഒരിക്കലും 2-3 മാസം കൂടുമ്പോഴേ നിൽക്കാൻ പോലുള്ളൂ കേട്ടോ. അപ്പോൾ നിൽക്കാൻ പോകാനായിട്ട് പരാതിയാണ് ഇവിടെ മക്കൾക്കൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും രാവിലെ പോയിട്ട് രാത്രി ഇക്ക വരും. ഞാനും കുട്ടികളും കൂടി ബസ്സിൽ അങ്ങോട്ട് രാവിലെ പോകും. സ്കൂട്ടിമൊന്നും പോകാൻ പറ്റില്ല, ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ. അപ്പോൾ ബസ്സിൽ നേരത്തെ പോവും ഞാനും കുട്ടികളും കൂടി. അച്ചുട്ടിയൊക്കെ മദ്രസ വിട്ട് വന്നതിന് ശേഷം പിന്നെ രാത്രി ഇക്ക വൈകുന്നേരം, രാത്രിക്കത്തെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇക്ക വരും. ഇക്കൊക്കെ വന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് രാത്രിയോടെ തന്നെ മടങ്ങൂട്ടാ. നിൽക്കൊന്നുമില്ല. അപ്പോൾ അനിയത്തിമാരും എല്ലാവരും കൂടി ഒന്ന് കൂടി നിൽക്കുക കുറച്ച് നേരം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് അനിയൻ്റെ വണ്ടി ഒന്ന് ഓട്ടി നോക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ ടെസ്റ്റ് ഈ മാസം 10-ാം തീയതിയാണ്, മറ്റന്നാളെ ബുധനാഴ്ച വരും. അപ്പം ടെസ്റ്റാണ്. അപ്പോൾ അതിന് വണ്ടി ഓട്ടാൻ ഇവിടെ കാറില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വണ്ടി ഓട്ടി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഓടുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, സോപ്പ് അടുപ്പത്തടെ വെച്ചിരിക്കുന്നു കേട്ടോ. സോപ്പ് ഉരുക്കാനായിട്ട് ബേസ് വെച്ചതാണ്. അലോവരൊക്കെ അതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അലോവരൊക്കെ ജ്യൂസ് അടിച്ചിട്ട്, അപ്പോൾ നമ്മൾ അലോവര ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ അലോവരൻ്റെ ഉള്ളത്തെ തണ്ടിൻ്റെ ഉള്ളത്തെ വെള്ള ജെല്ല് മാത്രം എടുത്തിട്ട് ജ്യൂസ് അടിക്കൂട്ടാം. ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് അലോവരയുടെ ഓയിൽ ഒഴിക്കും, പിന്നെ ഗ്ലിസറിനും വൈറ്റമിനും ഒഴിക്കും, പിന്നെ ഒലീവ് ഓയിൽ, അലോവരൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒലീവ് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ബേസാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ചിലവരൊക്കെ സോപ്പിന് റേറ്റ് ഒഴിച്ചു. എന്നിട്ട് 45 റുപ്യാണ് 75 ഗ്രാം പറഞ്ഞിട്ട്. ചിലവിലൊക്കെ വില കൂടുതലാണെന്ന് വിചാരിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല, എനിക്കൊരു സോപ്പ് വന്ന് ഒരു 5-6 റുപ്യ കിട്ടണുള്ളൂ. ബാക്കിയൊക്കെ ചിലവാണ്. കാരണം നമുക്ക് ബേസിന് തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ്. 200 ചില്ലറ 1 കിലോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ 300 വരുന്നുണ്ട്. ഞാൻ പിന്നെ 10-15 കിലോ ഒരുമിച്ച് എടുക്കണതുകൊണ്ട് തന്നെ ഒരു 250 റുപ്യൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം 250 റുപ്യക്ക് നമുക്ക് എത്ര ബേസ് ഉണ്ടാക്കാം, എത്ര സോപ്പ് ഉണ്ടാക്കാമെന്നറിയോ? 100 ഗ്രാമിൻ്റെ 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ 1 കിലോ ബേസായിട്ട്. പിന്നെ നമ്മളതിക്ക് അലോവേരയുടെ ജ്യൂസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ ചേർക്കുന്നുണ്ട്, വിറ്റാമിൻ എസെൻസ്. അപ്പോൾ അതിന് 25 മില്ലി വിറ്റാമിൻ്റെ എസെൻസിന് എത്ര വരുന്നത് നിങ്ങൾക്കറിയോ? 25 മില്ലിക്ക് വരുന്നത് 150 റുപ്യാണ്. 25 മില്ലി പറഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? അപ്പോൾ 25 മില്ലി 2 അടപ്പുണ്ടാവും. അതിന് 150 റുപ്യാണ് വരുന്നത്. അപ്പം പിന്നെ സോപ്പിനുള്ള ഗ്ലിസറിന്, പിന്നെ അതിനുള്ള എന്താ പറയുക അലോവേരയുടെ ഓയിലൊക്കെ റെഡിയാക്കി വെച്ച ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് സ്മെല്ല് ചേർക്കുന്നത്, സ്മെല്ലിനാണെങ്കിലോ
പിടുത്തം വിട്ട റേറ്റാണ് ഗൈസ്. 100 മില്ലി സ്മെല്ലിന് 250, ചിലതിന് 300 റുപ്യ വരുന്നുണ്ട്. 100 മില്ലി ഒരു ചെറിയ കുപ്പി സ്മെല്ലിന്, ഒരു 100 ml സ്മെല്ലിന് 300ഉം 250ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കിലോയ്ക്ക് നമ്മൾ എത്ര ഒഴിക്കണം എന്നറിയോ? 25 മില്ലി ഒരു കിലോയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ എവിടെ ലാഭം? പിന്നെ അത് റോൾ ചെയ്യണ കവറ്, പിന്നെ സ്റ്റിക്കറിനാണെങ്കിൽ 2 റുപ്യ, പിന്നെ കവറ്, പിന്നെ ആ പേപ്പർ കവറാണെങ്കിലും ആ പേപ്പർ, അതിനൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ സോപ്പ് പോയാൽ ഒരു 5 റുപ്യ തന്നെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മലപ്പുറത്ത് മാത്രമേ എത്ര റേറ്റ് കുറച്ചിട്ട് ഈ ഹോം മെയ്ഡ് സോപ്പൊക്കെ കൊടുക്കണുള്ളൂ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ കോഴിക്കോട്, തൃശ്ശൂർ ആ ഭാഗത്തുള്ളവരൊക്കെ ഞാൻ കൊടുക്കണ 75 ഗ്രാമിൻ്റെ 45ൻ്റെ സോപ്പ് 60 രൂപക്കാണ് കൊടുക്കുന്നത്. 100 ഗ്രാമിൻ്റെ സോപ്പ് കൊടുക്കുന്നത് 80 രൂപക്കാണ്. നല്ലോണം സെയിലുണ്ട് ഓൺലൈൻ വഴിയും ഒക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിലും അവിടെയും ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ 100 രൂപക്ക് 8 സോപ്പ് 9 സോപ്പും ഒക്കെ കിട്ടണതുകൊണ്ട് തന്നെ ആണ് ആൾക്കാർ കിട്ടണതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മളെ സോപ്പിന് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നത് കേട്ടോ. പക്ഷെ നമ്മളെ സോപ്പ് ക്വാളിറ്റി ഉണ്ടാവും. നമ്മളതിലൊക്കെ ജ്യൂസുകൾ, ആര്യവേപ്പാണെങ്കിൽ ആര്യവേപ്പ് അരച്ചിട്ട് അതിൻ്റെ ചിലപ്പം അരപ്പ് ചേർക്കും, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് ചേർക്കും. ആദ്യമേ തന്നെ ക്യാരറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ക്യാരറ്റിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. പിന്നെ വിറ്റാമിനും ഗ്ലിസറിനും ഒക്കെ നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിച്ചിരുന്ന സോപ്പിന് എന്താ കട്ടി കുറവാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അലിഞ്ഞു പോവുകയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈ സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പല രീതിയിലുള്ള ബേസുകളൊക്കെ കിട്ടും. ഇപ്പോൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ 250, 300, 350, 150 വരെ ബേസ് ഉണ്ട് കേട്ടോ. 150 രൂപേൻ്റെ ബേസൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേസിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ സോപ്പ് നല്ല കട്ടി ഉണ്ടാവും, നല്ല ഉറപ്പുണ്ടാവും, നല്ല ഗുണം ഉണ്ടാവും കേട്ടോ. അല്ല ഞാൻ ചിലപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ സ്ഥിരമായിട്ട് ഞാനൊരു ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങലാണ്. സ്ഥിരമായിട്ട് വാങ്ങണതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾ വാങ്ങാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് കൂടുതലാണ് സോപ്പിൽ നിന്നും വിചാരിച്ചിട്ട് ചിലവരൊക്കെ മെസ്സേജ് ഇട്ടിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കാൻ മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാട്സപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനായിട്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിശേഷങ്ങൾ അറിയാനായിട്ട് മെസ്സേജ് ഇടണമെന്നില്ല കേട്ടോ ആരും. പിന്നെ സോപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സോപ്പ്, അതുപോലെ തന്നെ ക്ലോത്ത് ലിക്വിഡ്, അതുപോലെ തന്നെ ഡിഷ് വാഷ്, പിന്നെ വെളിച്ചെണ്ണ സോപ്പ്, അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കിറ്റുകളും അതും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും മെസ്സേജും ഒക്കെ ഇട്ടോളി. പിന്നെ അപ്പോൾ അതന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായ സോപ്പ് ഇതാ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ സോപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ യൂട്യൂബിക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ഫോണിലുള്ളത് എന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ. പിന്നെ അതിൻ്റെ ട്രൈപോഡ് കേടൊന്നും ഞാൻ പറഞ്ഞല്ലോ, ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റണില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു ട്രൈപോഡ് റെഡിയാക്കട്ടെ. എന്നിട്ട് ഞാൻ സോപ്പിൻ്റെയും ഡിഷ് വാഷിൻ്റെയും ക്ലോത്ത് ലിക്വിഡിൻ്റെയും ഒക്കെ വീഡിയോ എടുത്തിട്ടാ. പിന്നെ കുട്ടികളെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടികളെ കിട്ടില്ല. ഒരാളെ വീഡിയോ എടുത്ത് നിൽക്കുന്ന നേരത്തെ മറ്റേ കുറുമ്പാട്ടും, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാവും, അതിൽ ഓടും, അതിൽ ഓരോ പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡിഷ് വാഷൊക്കെ ഉണ്ടാക്കാൻ പെൻഡിങ് ആയി കിടക്കുകയാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇന്ന് ഏതായാലും ഞങ്ങൾ വിരുന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ചായക്കടി പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വേണം, ഒരു 10-11 മണിക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ ഇനി ബരിക്ക് പോകുമ്പോൾ അവിടുത്തെ വിശേഷവും വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മക്കളാരും അച്ഛൻ പൊന്നും അല്ലൂട്ടനും എണീറ്റിട്ടില്ല. അപ്പോൾ സ്കൂളില്ലാത്തതാണ് ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട്, അവൾക്ക് രാത്രി മദ്രസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം കേട്ടോ. അതുവരേക്കും ബൈ.